The next topic, properties of set transform. Next topic, properties of set transform. First one, linearity properties of set transform. Set transform of ax of n plus by of n is equal to a into x of z plus b into y of z. എക്സ് ഓഫ് എൻ വൈ ഓഫ് എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആണ്, എക്സ് ഓഫ് സെറ്റ് വൈ ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുക. എൽ എച്ച് എസ്, ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ എക്സ് ഓഫ് എൻ പ്ലസ് ബി വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എന്നാണ് ജനറൽ ഫോർമുല. വാട്ട് ഈസ് എക്സ് ഓഫ് എൻ ഹിയർ? എ എക്സ് ഓഫ് എൻ. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് ഏതാ? എ എക്സ് ഓഫ് എൻ പ്ലസ് ബി വൈ ഓഫ് എൻ. അപ്പോൾ അവിടെ അത് എഴുതി ഇൻറ്റു സെറ്റ് റൈസ് ടു മൈനസ് എൻ. ഇനി അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ എക്സ് ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എൻ പ്ലസ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ബി വൈ ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എൻ. അടുത്ത സ്റ്റെപ്പിൽ എ കോൺസ്റ്റൻ്റ് ആണെന്ന് പുറത്തേക്ക് എടുത്തു. എ ഇൻറ്റു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എൻ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എൻ. y of n z raised to minus n is equal to a into x of z plus b into y of z is equal to a into x of z plus b into y of z is equal to RHS. Therefore LHS is equal to RHS. ഇതാണ് ലീനിയറിറ്റി പ്രോപ്പർട്ടി. സെറ്റ് ട്രാൻസ്ഫോം ഓഫ്, ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ എക്സ് ഓഫ് എൻ പ്ലസ് ബി വൈ ഓഫ് എൻ പ്ലസ് സി ഡി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്താ പറയുക? എ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഓഫ് സെറ്റ് പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ വൈ ഓഫ് സെറ്റ് പ്ലസ് സി ഇൻറ്റു ക്യാപിറ്റൽ ഡി ഓഫ് സെറ്റ്. അതങ്ങനെ അങ്ങനെ പോവും. ഓക്കെ, ഐ തിങ്ക് ദിസ് പ്രോപ്പർട്ടി ഈസ് ക്ലിയർ. നെക്സ്റ്റ്, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സെറ്റ് ട്രാൻസ്ഫോം. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് സെറ്റ് ട്രാൻസ്ഫോം. Set transform of x of n minus n0 is equal to set transform of x of n minus n0 is equal to z raised to minus n0 into x of z. Z raised to minus n0 into x of z. അപ്പോൾ എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങാം. is equal to set transform of x of n minus n0 is equal to sigma n is equal to minus infinity to infinity x of n minus n0 z raised to minus n. x of n minus n0 z raised to minus n. What is n minus n0? n minus n0 is equal to p. n minus n0 is equal to p. n is equal to p plus n0. ശരിയല്ലേ? ഇപ്പം എല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റാം. എല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റാം. അപ്പോൾ n is equal to മൈനസ് ഇൻഫിനിറ്റി എന്നാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പിയുടെ ടേംസിലേക്ക് മാറ്റുമ്പോൾ വെൻ n is equal to മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് p? p എന്ന് പറഞ്ഞാൽ n മൈനസ് n0. n0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ n is equal to ഇൻഫിനിറ്റി ആകുമ്പോൾ പിയുടെ വാല്യൂ എന്താ വരിക? n മൈനസ് n0, അതായത് ഇൻഫിനിറ്റി മൈനസ് n0. n0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എന്ത് കുറച്ചാലും എന്താ വരിക? ഇൻഫിനിറ്റി. അപ്പോൾ n is equal to ഇൻഫിനിറ്റി ആണെങ്കിൽ p is equal to ഇൻഫിനിറ്റി. വെൻ n is equal to മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോഴോ p is equal to മൈനസ് ഇൻഫിനിറ്റി മൈനസ് n0, ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി. n is equal to ഇൻഫിനിറ്റി ആകുമ്പോൾ p is equal to ഇൻഫിനിറ്റി. n is equal to മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ p is equal to മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ എന്താ പറയുക? സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ക്ലിയർ ആയില്ലേ? എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി, എന്നിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ പിയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി. സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി, കാരണം എക്സ് ഓഫ് എൻ മൈനസ് n0, എൻ മൈനസ് n0 എന്ന് പറഞ്ഞാൽ പി ആണ്. സെഡ് റൈസ് ടു മൈനസ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താ? പി പ്ലസ് n0. എന്നിൻ്റെ വാല്യൂ പി പ്ലസ് n0. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റൈസ് ടു, ആദ്യം തന്നെ മൈനസ് ഓഫ് പി പ്ലസ് n0 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ സെഡ് റൈസ് ടു മൈനസ് പി മൈനസ് n0. സെഡ് റൈസ് ടു മൈനസ് പി മൈനസ് n0 എന്ന് പോകും. മൈനസ് കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് റൈസ് ടു മൈനസ് പി മൈനസ് n0, അതായത് സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് n0. സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് n0. അടുത്ത സ്റ്റെപ്പിൽ സെഡ് റൈസ് ടു മൈനസ് n0 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. സിഗ്മ എൻ ഇസ് അല്ലെങ്കിൽ എല്ലാം പിയുടെ ടേംസിലാണ് ചെയ്യണത്. അപ്പോൾ സെഡ് റൈസ് ടു മൈനസ് n0 ഇൻറ്റു സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി നമുക്ക് തന്നെ എഴുതാം എക്സ് ഓഫ് സെഡ്. സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി നമുക്ക് തന്നെ എഴുതാം എക്സ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് n0 ഓർ സെഡ് റൈസ് ടു മൈനസ് n0 ഇൻറ്റു എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു RHS, is equal to RHS. Therefore LHS is equal to RHS.
അടുത്തത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് സെറ്റ് ട്രാൻസ്ഫോം. ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് സെറ്റ് ട്രാൻസ്ഫോം. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഓഫ് സെറ്റ് റൈസ് ടു മൈനസ് വൺ. ഇതെങ്ങനെ ചെയ്യാം? അത് ടൈം റിവേഴ്സൽ. എക്സ് ഓഫ് എൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എക്സ് ഓഫ് സെറ്റ്. എക്സ് ഓഫ് മൈനസ് എൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എക്സ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് വൺ എന്നുള്ളത് തന്നെയാണ് എക്സ് ഓഫ് സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് മൈനസ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എക്സ് ഓഫ് മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. പുട്ട് മൈനസ് എൻ ഇസ് ഈക്വൽ ടു പി. പുട്ട് മൈനസ് എൻ ഇസ് ഈക്വൽ ടു പി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് പി. മൈനസ് എൻ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു എന്താ വരിക? മൈനസ് പി. അപ്പോൾ ഇനി എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി അല്ല. എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു മൈനസ് എന്നാണ്. വെൻ എൻ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ഇനി എന്നിൻ്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴോ മൈനസ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ്സ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് സിഗ്മ പി ഇസ് ഈക്വൽ ടു, ഇവിടെ എന്നല്ല കേട്ടോ, സോറി, സിഗ്മ പി ഇസ് ഈക്വൽ ടു. ഈ സ്റ്റെപ്പിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തൊട്ട് എന്നല്ല വേണ്ടത്, പി എന്നാണ് വേണ്ടത്. അതൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് മൈനസ് എന്നിൻ്റെ പകരം എന്ത് കൊടുത്തു? പി. എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് എന്നിൻ്റെ പകരം പി എന്ന് കൊടുത്തു. ഇനി സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് പകരം രണ്ടും ഒന്നല്ലേ? സിഗ്മ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് എന്നുള്ള ഫോർമാറ്റിൽ വേണം വരാനായിട്ട്. ഇവിടെ സെഡ് റൈസ് ടു പ്ലസ് പി ആണ്. സെഡ് റൈസ് ടു പ്ലസ് പിയെ നമുക്ക് എന്ന് എഴുതാം? പ്ലസ് പി എ മൈനസ് വൺ ഓഫ് മൈനസ് പി. മൈനസ് വൺ ഇൻറ്റു മൈനസ് പി അല്ലേ പ്ലസ് പി? മൈനസ് വൺ ഇൻറ്റു മൈനസ് പി ആണല്ലോ പ്ലസ് പി. സെഡ് റൈസ് ടു മൈനസ് വൺ ഓഫ് മൈനസ് പി. ഇപ്പോൾ നോക്കൂ, സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി. മൈനസ് കഴിഞ്ഞ് വരുന്ന വാക്ക് എന്താണോ? മൈനസ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ എന്താ? എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി എന്നാണെങ്കിൽ നമ്മൾ എഴുതും എക്സ് ഓഫ് സെഡ് എന്ന്. ഇപ്പോൾ ഇവിടെ എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് ഓഫ് മൈനസ് പി എന്നാണ്. അപ്പോൾ സെഡിനും മൈനസ് വരും. അവിടെ എക്സ് ഓഫ് സെഡ് എന്ന് തമ്മിൽ എക്സ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് വൺ, എക്സ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് വൺ, അങ്ങനെയാണ് അത് വേണ്ടത്. ആ ലാസ്റ്റത്തെ ഭാഗം ആർക്കും ഡൗട്ട് വേണ്ട. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി എന്നാണെങ്കിൽ മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അവിടെ പി മാത്രം വരുമ്പോഴാണ് എക്സ് ഓഫ് സെഡ്. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പി എന്നാണ് വരുന്നത്. അപ്പോൾ എക്സ് ഓഫ് സെഡ് റൈസ് ടു സെഡിനും എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. സെഡ് റൈസ് ടു മൈനസ് വൺ, ദാറ്റ് ഈസ് എക്സ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ഇതാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ്, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ റൈസ് ടു എൻ എക്സ് ഓഫ് എൻ, അതായത് മൾട്ടിപ്ലൈയിങ് an exponential sequence with x of n, multiplying the exponential sequence with x of n. അതായത് a raised to n നെ x of n കൊണ്ട്, അതായത് നമ്മൾ തന്നിരിക്കുന്ന സീക്വൻസിനെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വരുമ്പോൾ എന്താവും ആൻസർ വരിക? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് a raised to n x of n is equal to x of a inverse z. ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അതായത് ഈ എക്സ്പൊണൻഷ്യൽ സീക്വൻസ് കൊണ്ട് തന്നിരിക്കുന്ന സീക്വൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സെറ്റ് ട്രാൻസ്ഫോം എന്താണെന്ന്. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ റൈസ് ടു എൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. നോക്കാം, സാധാരണ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. LHS ഇന്ന് തുടങ്ങാം. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ റൈസ് ടു എൻ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റൈസ് ടു എൻ എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. എ റൈസ് ടു എൻ എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അതിനെ എക്സ് ഓഫ് എൻ ഇൻറ്റു എ റൈസ് ടു എൻ സെഡ് റൈസ് ടു മൈനസ് എൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, വേറെ ഒന്നും ചെയ്തില്ല. ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ എ റൈസ് ടു എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. എ റൈസ് ടു എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എന്നുള്ളതിൽ n പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താ വരിക? എ ഇൻവേഴ്സ് സെഡ് അല്ലെങ്കിൽ എ റൈസ് ടു മൈനസ് വൺ ഓൾ റൈസ് ടു മൈനസ് എൻ എന്നുള്ള ഫോർമാറ്റിലാക്കണം. കാരണം എന്താ? സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ഫോർമാറ്റ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എന്നാണ്. അപ്പോൾ ഓൾ റൈസ് ടു മൈനസ് എൻ എന്നുള്ള ഫോർമാറ്റിലേക്ക് ആക്കുമ്പോൾ എയുടെ അവിടെ എന്ത് വരണം? മൈനസ് വൺ. എ റൈസ് ടു മൈനസ് വൺ സെഡ് റൈസ് ടു പ്ലസ് വൺ ഓൾ റൈസ് ടു മൈനസ് എൻ. ശരിയല്ലേ? നോക്കൂ, എ റൈസ് ടു മൈനസ് വൺ ഇൻറ്റു മൈനസ് എൻ പ്ലസ് എൻ സെഡ് റൈസ് ടു വൺ ഇൻറ്റു മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ
അപ്പോൾ എക്സ് ഓഫ് എൻ എ റൈസ് ടു മൈനസ് 1 സെഡ് ഓൾ റൈസ് ടു മൈനസ് എൻ, എ റൈസ് ടു മൈനസ് 1 സെഡ് ഓൾ റൈസ് ടു മൈനസ് എൻ. ഇപ്പോൾ നോക്കൂ നമ്മളുടെ ജനറൽ ഫോർമാറ്റ് സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ എന്ന് വരുമ്പോൾ ആ മൈനസ് എൻ എന്തിൻ്റെയാണ് പറഞ്ഞത്? സെഡ് റൈസ് ടു എന്ന് വരുമ്പോഴാണ് എക്സ് ഓഫ് സെഡ്. ആ സെഡിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്താ കിടക്കണേ? എ ഇൻവേഴ്സ് സെഡ്. ഒന്നുകൂടി ഞാൻ പറയാം, സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ ആണ് എക്സ് ഓഫ് സെഡ്. അപ്പോൾ സെഡ് റൈസ് ടു മൈനസ് എൻ എന്ന് പറയുമ്പോൾ ആ മൈനസ് എൻ ഏതിൻ്റെ പവറാണ്? സെഡിൻ്റെ പവർ. ഇവിടെ മൈനസ് എൻ ഏതിൻ്റെ പവറാണ്? എ ഇൻവേഴ്സ് സെഡിൻ്റെ പവർ. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സെഡ് എന്ന് എഴുതിയാൽ പോരാ, ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് എഴുതണം എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. ക്ലിയർ ആയിട്ടാണ് ചോദിക്കുന്നത്. സെഡ് റൈസ് ടു മൈനസ് എൻ എന്ന് വരുമ്പോൾ എന്തിൻ്റെ പവറാണ് മൈനസ് എൻ? സെഡിൻ്റെ. അപ്പോൾ ഇവിടെ എന്തിൻ്റെ പവറാണ് മൈനസ് എൻ? എ ഇൻവേഴ്സ് സെഡിൻ്റെ. അപ്പോൾ എന്താ ആൻസർ വരിക? എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. എന്താ വരിക? എക്സ് ഓഫ് എ ഇൻവേഴ്സ് സെഡ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇതാണ് അപ്പോൾ മൾട്ടിപ്ലൈയിങ് ആൻ എക്സ്പോണൻഷ്യൽ സീക്വൻസ് വിത്ത് ദ ഗിവൺ സീക്വൻസ്. Okay, then next time convolution property of set transform. Next time convolution property of set transform. ഇതെങ്ങനെ ചെയ്യാം നോക്കാം. set transform of x of n convolution y of n is equal to x of z into y of z. Convolution property of a set transform. Time convolution property of a set transform. എങ്ങനെ ചെയ്യാം? set transform of x of n convolution y of n is equal to sigma n is equal to x of n sigma n is equal to minus infinity to infinity x of n convolution y of n z raised to minus n. ആ സ്റ്റെപ്പ് അവിടെ എഴുതാം. set transform of x of n convolution y of n is equal to ഒരു സ്റ്റെപ്പ് അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. sigma n is equal to minus infinity to infinity x of n convolution y of n z raised to minus n. സാധാരണ പോലെ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, ആ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്പാണ് അവിടെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. is equal to sigma n is equal to minus infinity to infinity. ഇനി എന്താ വരിക? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതായത് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ്റെ ആൻസർ എന്താ? സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ, ബാക്കി സെഡ് റൈസ് ടു മൈനസ് എൻ. അങ്ങനെ തന്നെ എഴുതി. ഒന്നുകൂടി ഞാൻ പറയാം. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ സെറ്റ് റൈസ് ടു മൈനസ് എൻ. അടുത്ത സ്റ്റെപ്പിൽ ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ്റെ ആൻസർ എന്താ? സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ, എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ സെറ്റ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ്റെ ആൻസർ ആണ് സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ, ബാക്കി സെറ്റ് റൈസ് ടു മൈനസ് എൻ. അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. എന്താണ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ? എൻ മൈനസ് കെയെ നമ്മൾ എന്തെന്ന് വിചാരിക്കുക? റൈറ്റ് സൈഡിലേക്ക് നോക്കാം, പി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു എന്താ വരിക? പി പ്ലസ് കെ. പുട്ട് എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു പി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു പി പ്ലസ് കെ. എൻ ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ വരിക? പിയുടെ വാല്യൂ നോക്കുക. എൻ ഇൻഫിനിറ്റി ആകുമ്പോൾ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി മൈനസ് കെ, അതായത് ഇൻഫിനിറ്റി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ പിയുടെ വാല്യൂ ഇൻഫിനിറ്റി. എൻ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിലോ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് കെ, അതായത് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ എന്നിനെ എല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റി. അപ്പോൾ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയി. സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അങ്ങനെ തന്നെ എഴുതി. എക്സ് ഓഫ് കെ വൈ ഓഫ് എൻ മൈനസ് കെ. വാട്ട് ഈസ് എൻ മൈനസ് കെ? പി. എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്താ? പി. അപ്പോൾ എക്സ് ഓഫ് കെ വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് ഓഫ് എന്നിനെല്ലാം പിയുടെ ടേംസിലേക്ക് മാറ്റുക. അപ്പോൾ ആദ്യം എൻ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ പി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരും. എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോൾ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി വരും. അടുത്ത സ്റ്റെപ്പിൽ അതങ്ങനെ തന്നെ എഴുതി. എക്സ് ഓഫ് കെ അങ്ങനെ തന്നെ എഴുതി. വൈ ഓഫ് എൻ മൈനസ് കെക്ക് പകരം പി എന്ന് കൊടുത്തു. സെഡ് റൈസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് കെ, എൻ എന്നുള്ളതിന് പകരം പി പ്ലസ് കെ, മൈനസ് ഓഫ് പി പ്ലസ് കെ.
മൈനസ് ഓഫ് പി പ്ലസ് കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് ഓഫ് പി പ്ലസ് കെ സ്പ്ലിറ്റ് ചെയ്തു സെഡ് റൈസ് ടു മൈനസ് പി മൈനസ് കെ. ദാറ്റ് മീൻസ് സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് കെ. സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് കെ. അപ്പോൾ ആൻസർ എന്ത് വന്നു? സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി ഒരു കൂട്ടായിട്ട് എഴുതി ഒരു ഗ്രൂപ്പായിട്ട് ഇൻറ്റു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സെഡ് റൈസ് ടു മൈനസ് കെ. സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി ഇൻറ്റു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സെഡ് റൈസ് ടു മൈനസ് കെ. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി എന്ന് എഴുതാം വൈ ഓഫ് സെഡ് ഇൻറ്റു സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സെഡ് റൈസ് ടു മൈനസ് കെ എന്ന് എഴുതാം എക്സ് ഓഫ് ഇസെഡ്. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്? വൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് വൈ ഓഫ് സെഡ് ഇൻറ്റു എക്സ് ഓഫ് സെഡ് അല്ലേ. സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി നമുക്ക് എന്ത് എഴുതാം? സിഗ്മ പി ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് പി സെഡ് റൈസ് ടു മൈനസ് പി വൈ ഓഫ് സെഡ് എന്നും സിഗ്മ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സെഡ് റൈസ് ടു മൈനസ് കെ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഓഫ് സെഡ്. അപ്പോൾ ടൈം കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഓഫ് സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എക്സ് ഓഫ് സെഡ് ഇൻറ്റു വൈ ഓഫ് സെഡ്. ഓക്കെ, വൺ മോർ പ്രോപ്പർട്ടി ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഓഫ് സെഡ് ട്രാൻസ്ഫോം. Frequency differentiation property of set transform. Set transform of n into x of n is equal to set transform of n into x of n is equal to minus z into d by dz of xz minus z into d by dz of xz. അപ്പോൾ എന്താണ് x of z എന്ന് പറഞ്ഞാൽ x of z is equal to sigma n is equal to minus infinity to infinity x of n z raised to minus n is equal to. അപ്പോൾ അതാണ് എക്സ് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എൽ എച്ച് എസിൽ നിന്ന് തുടങ്ങും ആർ എച്ച് എസിലേക്ക് എത്തും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ മൈനസ് സെഡ് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കം ആദ്യം എക്സ് ഓഫ് സെഡ് എഴുതുക, പിന്നെ അതിൻ്റെ ഡി ബൈ ഡി സെഡ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ ലെവലിലേക്ക് വേണം ചെയ്യാനായിട്ട്. സാധാരണ പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യുന്ന പോലെയല്ല, ആദ്യം എക്സ് ഓഫ് സെഡ് എഴുതുക, പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു അല്ലേ. അപ്പോൾ ഡി ബൈ ഡി സെഡ് എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് എൻ ഒക്കെ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റൈസ് ടു എൻ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് എൻ എന്താ? മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് വൺ. മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് വൺ. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു മൈനസ് എൻ സെഡ് റൈസ് ടു. അപ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. മൈനസ് എൻ ഇൻറ്റു സെഡ് ഇൻറ്റു മൈനസ് എൻ മൈനസ് വൺ. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതിയ പോലെ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റൈസ് ടു മൈനസ് എൻ എന്ത് എഴുതാം? മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് വൺ. മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് വൺ. അടുത്ത സ്റ്റെപ്പിൽ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് എൻ മൈനസ് വണ്ണിനെ സെഡ് റൈസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് വൺ. സെഡ് റൈസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് വൺ. ഇനി ഇതിനെ ഇപ്പോൾ ഡി ബൈ ഡി സെറ്റ് ഓഫ് എക്സ് ഓഫ് സെറ്റ് ആണ്. അപ്പോൾ ഈ മൈനസ് എന്നിലത്തെ മൈനസിനെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് എന്നിലെ മൈനസ് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ വരിക? ഇൻറ്റു മൈനസ് അപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ മൈനസ്. അപ്പോൾ ഡി ബൈ ഡി സെറ്റ് ഓഫ് എക്സ് സെറ്റ് ഡിവൈഡഡ് ബൈ മൈനസ് വെച്ചാൽ ഡിവൈഡഡ് ബൈ മൈനസ് വൺ. അപ്പോൾ എന്താ വരിക? മൈനസ് ഡി ബൈ ഡി സെറ്റ് ഓഫ് എക്സ് സെറ്റ്. ക്ലിയർ? സംശയം വേണ്ട. മൈനസ് എന്നിലത്തെ മൈനസ് സൈൻ ലെഫ്റ്റിലേക്ക് പോയി. മൈനസ് എന്നിലത്തെ മൈനസ് സൈൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ഡി ബൈ ഡി സെറ്റ് ഓഫ് എക്സ് സെറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താ വരിക? ബാക്കി മൈനസ് അപ്പുറത്തേക്ക് പോയി എൻ എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ സെഡ് റൈസ് ടു മൈനസ് വൺ. വേറെ ഒന്നും ചെയ്തില്ല, ഈ മൈനസ് സൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ എക്സ് ഓഫ് എൻ സെഡ് റൈസ് ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു മൈനസ് വൺ. അടുത്ത സ്റ്റെപ്പിൽ
ഈ സെഡ് റൈസ് ടു -1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇൻറ്റു സെഡ് റൈസ് ടു -1 അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ സെഡ് റൈസ് ടു -1 ഇൻറ്റു സെഡ് റൈസ് ടു -1 അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ സെഡ് റൈസ് ടു -1 ഡിവൈഡഡ് ബൈ സെഡ് റൈസ് ടു -1 എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇൻറ്റു സെഡ് എന്നല്ലേ അപ്പോൾ -1 അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ -1 ബൈ സെഡ് റൈസ് ടു -1 ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി n എക്സ് ഓഫ് n സെഡ് റൈസ് ടു -n എഴുതി അടുത്ത സ്റ്റെപ്പിൽ അതായത് -1 ഡിവൈഡഡ് ബൈ സെഡ് റൈസ് ടു -1 -1 ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് ഇൻറ്റു ബൈ സെഡ് റൈസ് ടു -1 വരുന്നത് നമുക്ക് എന്ത് എഴുതാം ബൈ സെഡ് റൈസ് ടു -1 ഇൻറ്റു സെഡ് എന്ന് എഴുതി കൂടെ എഴുതാം അപ്പോൾ -1 ബൈ സെഡ് റൈസ് ടു -1 എന്നുള്ളത് മൈനസ് ഇൻറ്റു സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് സെഡ് മൈനസ് സെഡ് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ n ഇസ് ഈക്വൽ ടു -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി n എക്സ് ഓഫ് n സെഡ് റൈസ് ടു -n അതായത് സെഡ് ട്രാൻസ്ഫോം ഓഫ് n എക്സ് ഓഫ് n സെഡ് ട്രാൻസ്ഫോം ഓഫ് n എക്സ് ഓഫ് n അതായത് -z ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ട്രാൻസ്ഫോം ഓഫ് n എക്സ് ഓഫ് n സെഡ് ട്രാൻസ്ഫോം ഓഫ് n എക്സ് ഓഫ് n ആണ് -z ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് സെഡ് അപ്പോൾ ഇതാണ് ഏത് പ്രോപ്പർട്ടി ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഓഫ് സെഡ് ട്രാൻസ്ഫോം ഈ എല്ലാ പ്രോപ്പർട്ടീസും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു